ഇനി എൻ്റെ സഹോദരന്മാരെ, ഞാൻ ഏതാണ്ട് വർഷങ്ങളോളം എഴുതുകളിൽ തുടങ്ങിയതാണെങ്കിലും ഒരുപാട് എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ അതിനെല്ലാം പുനർവൽക്കരിച്ചുകൊണ്ട് ദൈവരാജ്യം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അതുകൊണ്ടാണ് എനിക്കിന്ന് നിങ്ങളോട് ആധികാരികമായിട്ട് സംസാരിക്കാനായിട്ട് ദൈവം എനിക്ക് അനുവാദിച്ചത്. ദൈവം ആധികാരികമായിട്ട് പറയുന്നുണ്ട്, വിനയമായിട്ടും പറയുന്നുണ്ട്. ഈ അധികാരികൾക്ക് മാത്രമേ ഉള്ളൂ. അതാണ് യഹോവ, നീ ഏത് ദുഷ്ടനോട് പോലും പോയി പറ, ഞാൻ പറഞ്ഞത് പറ. അവർ മത്സരഗ്രഹമാണ്. അവരുടെ നോട്ടം കൊണ്ടൊന്നും പേടിക്കരുത്. അതോർത്ത് എനിക്ക് തന്നതിൻ്റെ പേരിലാണ് ഞാൻ ഒരു പ്രസംഗമല്ല ഇത് ആധികാരികമായിട്ടുള്ള പ്രബോധനമാണ്. ഇത് ദൈവരാജ്യം നിങ്ങൾ ലക്ഷ്യമാക്കിയാൽ അതിൻ്റെ അഭിരുചിയോ അതിൻ്റെ വിലയെ സംബന്ധിച്ച് എനിക്ക് വർണ്ണിക്കാൻ നിവൃത്തിയില്ല. ഇത് സത്യമായ കാര്യങ്ങളാണ്. എനിക്കിതിൽ നിന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, സ്ഥാനമാനങ്ങളോ പൈസയോ ഒന്നും വേണ്ട. ഇത് അതിനുവേണ്ടിയല്ല ദൈവത്തിൻ്റെ വചനം, അതിനുവേണ്ടിയുള്ളതല്ല. യേശുക്രിസ്തു ആരോടെങ്കിലും 5 പൈസ മേടിച്ചോ? ഇല്ല. എന്നാൽ ഇത് അന്ത്യനാളുകളെ പ്രവചനം ആണ് എന്ന് പല വട്ടം ഞാൻ പറഞ്ഞു. സമുദ്രം ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമി കർത്താവിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറയും. ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്തുകൊണ്ടെന്നറിയോ? യഹോവയുടെ ഹിതമാണത്. ആരും നശിക്കരുത്. ഒരുത്തൻ നശിച്ചു പോയി കഴിഞ്ഞാൽ അവൻ്റെ ആത്മാവ് പറയാനിടയാവരുത്, ഞാൻ അറിഞ്ഞില്ല, കേട്ടില്ല. അതാണ് പരിജ്ഞാനം. പരിപൂർണമായ പരിജ്ഞാനം ഭൂമി മുഴുവൻ നിറയുന്ന ഒരു വെബ്സൈറ്റാണിത്. ഇത് മരുഭൂമി യാത്രയാണ്. ഈ യാത്രയിലേക്ക് നിങ്ങൾ സഹകരിക്കുക. ഇതിന് പ്രൊട്ടക്ഷൻ തരുന്ന സ്വർഗത്തിലെ അത്യുന്നതനായ ദൈവം യേശുക്രിസ്തു, അവരുടെ ദൃഷ്ടി ഭൂമിയിലുണ്ട്. പരിശുദ്ധാത്മാവാണ് അതിൻ്റെ നിർദ്ദേശം തരുന്നത്. ഇനി ഒരു സംഗതി ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? റെക്കോർഡുണ്ടോ? പരിശുദ്ധാത്മാവല്ലാതെ ആർക്കും അത് എഴുതാനുള്ള യോഗ്യതയില്ല. പിന്നെ ഇതിനു മുമ്പ് സ്മരണാ പുസ്തകത്തിൽ പോയൊരു പുസ്തകമുണ്ട്. ആ കാലത്ത് മരിച്ചു പോയിട്ടുള്ളവരുടെ പേര് മുഴുവൻ അത് എഴുതി അവർക്ക് വീണ്ടും പുനരുത്ഥാനം കൊടുക്കും. നീതി കെട്ടവരുടെ പുനരുത്ഥാനം, നീതിമാന്മാരുടെ പുനരുത്ഥാനം. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞു, നമുക്ക് മരിക്കേണ്ടി വരികയില്ല. മരിക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം സൃഷ്ടിച്ചത്. നിങ്ങൾ മരിക്കാൻ എൻ്റെ കാഴ്ചപ്പാടിൽ മനുഷ്യരെല്ലാവരും മരണം വരെയുള്ള ജീവിതം സുഖമായിട്ട് ജീവിക്കണം. ബാക്കിയുള്ളവർക്ക് ആർക്കറിയാം? അതല്ല. ഞാനിന്ന് പറയുകയാണ്, എനിക്ക് മരിക്കുന്നതിന് യാതൊരു പ്രയാസമില്ല. ഓരോരുത്തർക്ക് മരണം എന്ന് കേൾക്കുമ്പോൾ വലിയ പേടിയാണ്. മരിക്കുന്നതിന് യാതൊരു പ്രയാസമില്ല. കാരണം നമ്മൾ ദൈവം ചെയ്തുകൊണ്ട് നിൽക്കുന്ന ദൈവത്തിൻ്റെ ദാസനാണെങ്കിൽ നമുക്ക് മരിക്കേണ്ടി വരികയില്ല. മരിച്ചാലും കടന്നുറങ്ങിയ ചെറുത്തെടുത്ത് വരുന്ന പോലെ വരും. ആ വിശ്വാസം വേണം. നിങ്ങളതുകൊണ്ട് ബൈബിൾ നിങ്ങൾ കുടുംബസമേതം ഇരുന്ന് വായിക്കുക. അത് ചെറിയ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളെ പിശാച് ബ്ലോക്കാക്കും, അത് വേറെ സംഗതി. അതിനപ്പുറത്തുള്ള വീര്യവും ധൈര്യവും വേണം. യോശുവായിട്ട് പറഞ്ഞ പോലെ ധൈര്യം ഉറപ്പുള്ളവരായിരിക്കണം ഞാൻ നിന്നോടുകൂടി ഉണ്ട്. ദൈവത്തിൻ്റെ വചനം പഠിക്കുന്ന ഏതവനും ദൈവം ധൈര്യം കൊടുക്കും, ഉറപ്പ് കൊടുക്കും. അവൻ എങ്ങോട്ടും പോകണ്ട, അവൻ സംശയിക്കാന്നാലാണ് കുഴപ്പം. ഇതുവല്ല സംഭവിക്കാൻ പോകുന്ന കാര്യമാണോ? ഇതൊക്കെ ആരെക്കൊണ്ട് സാധിക്കും? നിങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കരുത് എന്ന് വീണ്ടും ഞാൻ പറയാണ്. കാരണം ഞാൻ മുമ്പേ പറഞ്ഞെങ്കിലും വിവിധ സാഹചര്യത്തിൽ വളർന്നു. അപ്പനെ അമ്മ അവർ യോജിച്ചു, ദൈവത്തിൻ്റെ ഓർഡർ അനുസരിച്ച് മക്കളെ ഉൽപ്പാദിപ്പിക്കുന്നു. ആ മക്കളും നിങ്ങൾ സന്തുഷ്ട കുടുംബത്തോടുകൂടി ദൈവസന്നിധി ചെല്ലുമ്പോൾ അതിൻ്റെ ആഹ്ലാദത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് വില ഇരുത്താനോ അതിൻ്റെ ആഹ്ലാദം എന്താണെന്ന് പറയാനോ എന്നെക്കൊണ്ട് സാധിക്കില്ല. കാരണം ഞാൻ ആ ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ സംബന്ധിച്ച് നവശിവാർത്തം പഠിച്ചതുകൊണ്ടാണ്. കറയും കളങ്കവും ഇല്ലാതെ വള്ളിയോ പുള്ളിയോ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാനുള്ള അധികാരം എനിക്കില്ല. അത് ഇന്ന് നമ്മുടെ മതങ്ങൾ ഇന്ന് ഞായറാഴ്ച പകുതിക്കാരായിട്ട് എല്ലാവരും പോകുന്നുണ്ട്. അവരുടെ ഒരാഴ്ചത്തെ പരിപാടി തീർന്നു. അവിടെ ചെന്നാൽ എന്താ, ഒരു 3 ബൈബിൾ വാക്യം വായിക്കും, വിശദീകരിക്കുക ചുരുക്കമാണ്. ചിലരൊക്കെ വിശദീകരിക്കും. കുർബാനയല്ല. ഞാൻ അതിനെ സംബന്ധിച്ചൊന്നും ഞാൻ കുറ്റം പറയാണെന്ന് തോന്നരുത്. ഒരു മത ചിന്താഗതിയിൽ നിൽക്കുന്നവർ നിങ്ങളുടെ വ്രണപ്പെടുത്തുകയല്ല ചെയ്യുന്നത്.
ഇതൊന്നും അല്ല ആവശ്യം. നിങ്ങൾ ആരുടെയും സപ്പോർട്ട്, ഒരു മാതാപിതാക്കന്മാരുടെയും സപ്പോർട്ട് വേണ്ട ബൈബിൾ വായിക്കാൻ. ഇന്ന് ജാതികൾ എന്തുമാത്രം ജാതികളാണെന്നറിയോ? നമുക്ക് തന്നിരിക്കുന്ന രാജ്യം അവകാശമാക്കാനായിട്ട് അർഹിക്കുന്നവരായിട്ട് ദൈവം കണ്ടിരിക്കുകയാണ് അവരെ. അവർ ആത്മാവിൽ ദരിദ്രരാണ്. അവരുകൊണ്ട് ഈച്ചയാക്കുന്നവരാണ് ആൾക്കാർ കൂടി വരുന്നത്. നമ്മൾ മക്കളാണെന്നും പറഞ്ഞു, അവകാശികളാണെന്നും പറഞ്ഞ് നമ്മൾ നിൽക്കുന്നു. നമ്മൾ ദൈവത്തെ അറിയുന്നില്ല. അറിയാനുള്ള സകല സെറ്റപ്പ് ദൈവം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഉടനെ ഇവിടെ ഈ അടുത്ത ഞായറാഴ്ച ഒരു ടി വിയുടെ പ്രോഗ്രാമുണ്ട്. ടി വിയിലും പിന്നെ ഞാനൊരു വെബ്സൈറ്റ് എല്ലാവർക്കും മനസ്സിലാക്കാത്തക്കണം. ആ വെബ്സൈറ്റിൻ്റെ ഒരു മലയാളത്തിൽ മാത്രമേ, എനിക്ക് ഇംഗ്ലീഷ് വലിയ കാര്യമായിട്ടൊന്നും അറിയാൻ പാടില്ല, പറഞ്ഞാൽ മനസ്സിലാവും, അത്രയേ ഉള്ളൂ. അപ്പം ഇംഗ്ലീഷിൽ എഴുതാൻ തക്കവണ്ണം ഒരാളെ ദൈവം ഫൈൻഡ് ഔട്ട് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പം ഇംഗ്ലീഷുകാർക്കും ലോകത്തിലുള്ള സകല മനുഷ്യരും, അപ്പം ഇംഗ്ലീഷും ഇപ്പം മലയാളം എന്നെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം ഇംഗ്ലീഷിൽ ആണ് ഇവിടെ അമേരിക്കയിൽ ജനിച്ചു വളരുന്ന പിള്ളേരെല്ലാം ഇംഗ്ലീഷിൽ സംസാരിക്കുകയുള്ളൂ. അവർക്ക് മലയാളം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുകയില്ല. അപ്പം അങ്ങനൊരു കൊച്ചുങ്ങളെ രക്ഷിക്കണം. കാരണം ഈ തലമുറ എന്ന് പറയുന്നത് വലിയ കഷ്ടത്തിലേക്ക് പോകുന്ന തലമുറയാണ്. ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അതൊന്നും ഒരുത്തർക്കും പിടിച്ചാൽ കിട്ടിയല്ലാത്ത എല്ലാവരും കണ്ണടയ്ക്കും. ചിക്കാഗോ വെച്ച് ഞാൻ ഈ അവിടെ പല പിള്ളേരുടെയൊക്കെ പോക്കും നടപടികളൊക്കെ മാതാപിതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ അവർ പറയും കുറേ എല്ലാം കണ്ണടച്ചാൽ മതിയാവുള്ളൂ. എന്നാ അടയ്ക്കുന്നത്? അവരിഷ്ടം പോലെ പോട്ടെ. കാരണം അവർക്കതിന് സമയമില്ല. എന്തിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നു? മക്കൾക്ക് വേണ്ടിയിട്ട്. മക്കൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ജനിച്ചു വളർന്ന പിള്ളേർക്ക് നാളത്തെ ഫുഡിൻ്റെ കാര്യം അവർക്ക് ചിന്തിക്കുന്നില്ല. അതുപോലെ തന്നെ ദൈവരാജ്യത്തെ സംബന്ധിച്ച് അവർക്ക് അത് കേൾക്ക പോലും വേണ്ട. അവർക്ക് കേൾക്കാമെന്ന് തന്നെ ഇഷ്ടമല്ല. അപ്പന്മാർക്കും അമ്മമാർക്കും ഇത് തന്നെ. ഭൗതിക ചിന്താഗതി എന്തിനെ എനിക്കറിയാൻ പാടില്ല. ഞാനൊന്ന് ധൈര്യമായിട്ട് പറയാം, എനിക്ക് ഉണ്ണാനുടുപ്പാനുണ്ടെ മതി, ധനാഢ്യം നോക്കുന്നതുകൊണ്ടും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ടും എൻ്റെ മക്കളാരും ഭൗതികമായി വിഷമിക്കാത്ത ഒരവസ്ഥയിലാണ് ജീവിക്കുന്നതെന്നുള്ളത് എനിക്ക് ദൈവത്തിന് നന്ദി പറയുന്നു. അത് പ്രവചന നിവൃത്തിയാണ്. നീതിമാന്റെ സന്തതി അപ്പത്തെ രക്ഷയില്ല. നിങ്ങൾ എന്തിനു വരം വിചാരിക്കുന്നു? നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിൽ കിടക്കുന്ന രൂപ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? ഇല്ല. നിങ്ങളുടെ വസ്തുവകൊണ്ടോ ബിസിനസ് കൊണ്ടോ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? ഇല്ല. ഇതിൻ്റെ എല്ലാം ശരിക്കും രുചിച്ചറിഞ്ഞവനാണ് ബിസിനസ് ചെയ്തും. ഞാൻ ചെയ്തിട്ടുള്ളിടത്തോളം ബിസിനസ് നാട്ടിലും ചിക്കാഗോ ഒന്നും ചെയ്തിട്ടുള്ളിടത്തോളം ബിസിനസ് വളരെ മലയാളികൾ വളരെ ചുരുക്കത്തിൽ ചെയ്ത് കാണുള്ളൂ. കാരണം 52 വയസ്സായപ്പോഴാണ് ഞാൻ ഇവിടെ വന്നത്. വലിയ ഇംഗ്ലീഷ് അറിയാൻ മേല. എൻ്റെ വല്ല ബേബി സിറ്റിങ് ചെയ്ത് വല്ല പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്ത് ജീവിക്കാം എന്നുള്ള ലെവലിലാണ് എന്നെ അറിയപ്പെടുന്ന ആളുകൾ. പക്ഷെ ഞാൻ പറഞ്ഞു, എന്നെ അറിയുന്ന ആളുകൾ അമേരിക്കയിലുണ്ട്. പ്ലാൻ ചെയ്യുന്നത് എനിക്കൊരു വിഷയമല്ല. എന്നെ അറിയുന്ന ആളുണ്ട് അമേരിക്കയിൽ. അവരെനിക്ക് വേണ്ടുന്ന സകല സപ്പോർട്ട് ചെയ്തു. അവർ ദൈവജനങ്ങളായിരുന്നു. അങ്ങനെ ആ സപ്പോർട്ടിൽ ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ആധികാരികമായിട്ട് ദൈവത്തിൻ്റെ വചനം കറയും കളങ്കവും ഇല്ലാതെ പറയാൻ തക്കവണ്ണം ദൈവം എന്നെ ഒരുക്കിയത് എന്ന് സന്തോഷത്തോടെ ഞങ്ങളോട് പറയാണ്. നിങ്ങളും സന്തോഷിപ്പിൻ. മാറ്റുവിൻ ചട്ടങ്ങളെ, ഇതിഹാസത്തിൻ ചട്ടങ്ങളെ. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ. വീണ്ടും വീണ്ടും പറയുന്നു. ഇനി നാളെ മിക്കവാറും അടുത്ത ഞായറാഴ്ചയ്ക്ക് ശേഷം ഞാൻ വീണ്ടും തുടരുന്നതാണ്. ആമേൻ.